നമസ്കാരം. ബയോമാസ്റ്റർ പി എച്ച് ഡിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 1 HSST സുവോളജിയുടെ സിലബസിൽ മൊഡ്യൂൾ 1 സിസ്റ്റമാറ്റിക്സിൽ മൈക്രോ എവല്യൂഷൻ എന്ന ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്ക്രൈബ്സ് മൈക്രോ എവല്യൂഷൻ? മൈക്രോ എവല്യൂഷനുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ഉത്തരം സ്മോൾ സ്കെയിൽ ജനറ്റിക് ചേഞ്ചസ് വിത്തിൻ പോപ്പുലേഷൻ ഓവർ എ ഷോർട്ട് പീരീഡ് എന്നുള്ളതാണ്. മൈക്രോ എവല്യൂഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. വളരെ ഷോർട്ട് പീരീഡിൽ ഉണ്ടാവുന്ന ചില ജനറ്റിക് ചേഞ്ചസ് കൊണ്ടുവരുന്ന തരത്തിലുള്ള ഒരു എവല്യൂഷനാണ് മൈക്രോ എവല്യൂഷൻ എന്ന് പറയുന്നത്. ലാർജ് സ്കെയിൽ ചേഞ്ചസ് അല്ല. അപ്പോൾ അത് നമുക്ക് ആദ്യമേ തന്നെ അത് ഒഴിവാക്കാവുന്നതാണ് ആ ഒരു ഓപ്ഷൻ. അതുപോലെ ചേഞ്ചസ് ദാറ്റ് ഒക്യൂർ എബോവ് ദ സ്പീഷീസ് ലെവൽ, ഒരിക്കലും അല്ല. സ്പീഷീസ് ലെവലിന് മുകളിലായിട്ട് അല്ല, സ്പീഷീസ് ലെവലിൽ ഏറ്റവും താഴെ സ്പീഷീസ് ലെവലിൽ നടക്കുന്ന ഒരു എവല്യൂഷൻ തന്നെയാണത്. പിന്നെ ഫോർമേഷൻ ഓഫ് എൻറ്റയർലി ഒരു പുതിയ സ്പീഷീസിനെ തന്നെ ഫോം ചെയ്യുക എന്നുള്ള രീതിയിലല്ല, ഒരു സബ് സ്പീഷീസുകൾ വരുന്നല്ലാതെ ഒരു പുതിയ സ്പീഷീസ് ഫോം ചെയ്യുന്ന രീതിയിലല്ല മൈക്രോ എവല്യൂഷൻ സംഭവിക്കാറ്. അപ്പോൾ ശരിയായ ഓപ്ഷൻ എന്ന് പറയുന്നത് സ്മോൾ സ്കെയിൽ ജനറ്റിക് ചേഞ്ചസ് വിത്തിൻ എ പോപ്പുലേഷൻ ഓവർ എ ഷോർട്ട് പീരീഡ്, ഒരു ഷോർട്ട് പീരീഡിൽ വരുന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, ദ പ്രൈമറി മെക്കാനിസംസ് കോസിങ് മൈക്രോ എവല്യൂഷൻ ആർ. മൈക്രോ എവല്യൂഷന് കാരണമാകുന്ന പ്രൈമറി മെക്കാനിസംസ് എന്ന് പറയുന്നത് ഓപ്ഷൻസ് നോക്കാം. വോൾക്കാനിക് എറപ്ഷൻസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, തീർച്ചയായിട്ടും അല്ല. ജനറ്റിക് ഡ്രിഫ്റ്റ്, മ്യൂട്ടേഷൻ, ജീൻ ഫ്ലോ ആൻഡ് നാച്ചുറൽ സെലക്ഷൻ, കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് ആൻഡ് ആസ്ട്രോയിഡ് ഇമ്പാക്ട്സ്, പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയം ആൻഡ് മാസ് എക്സ്റ്റിങ്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് മൈക്രോ എവല്യൂഷന് കാരണമാകുന്ന പിന്നെ മെക്കാനിസംസ്, പ്രൈമറി മെക്കാനിസം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ജനറ്റിക് ഡ്രിഫ്റ്റോ മ്യൂട്ടേഷനോ അല്ലെങ്കിൽ ജീൻ ഫ്ലോയോ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ സെലക്ഷനോ ഒക്കെ തന്നെ ആവാം. അപ്പോൾ ജനറ്റിക് ഡ്രിഫ്റ്റും അതുപോലെ മ്യൂട്ടേഷൻ, ജീൻ ഫ്ലോ എന്നെല്ലാം പറയുന്നത് ഒരു ഹാഡി വെയിൻബർഗ് ഇക്വിലിബ്രിയത്തെ പിന്നെ ഇല്ലാതാക്കുന്ന, ആ ഒരു ഇക്വിലിബ്രിയത്തെ ഇല്ലാതാക്കുന്ന, ഒരു 1 എന്ന് പറയുന്ന റേഷ്യോയെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പ്രോസസ്സുകളാണ് ജനറ്റിക് ഡ്രിഫ്റ്റ്, മ്യൂട്ടേഷൻ, ജീൻ ഫ്ലോ എന്നെല്ലാം തന്നെ. അപ്പോൾ ഇത് മൈക്രോ എവല്യൂഷന് കാരണമാകുന്നു നമുക്ക് പറയാം. മൂന്നാമത്തെ ചോദ്യം, an example of micro evolution is evolution of feathers in birds from reptilian scales, loss of limbs in snakes, development of antibiotic resistance in bacterial strain, origin of different varieties of dogs from an ancestral wolf species. ഇതൊക്കെയാണ് ഇവിടെ ഒരു ഉദാഹരണമായിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം, ഡെവലപ്മെൻറ്റ് ഓഫ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഇൻ എ ബാക്ടീരിയൽ സ്ട്രെയിൻ. അപ്പോൾ ഇതെല്ലാം ഓപ്ഷൻസ് എല്ലാം പരിഗണിക്കുമ്പോൾ വളരെ ഒരു ഷോർട്ട് ടൈം പീരീഡിൽ നടക്കുന്ന ഒന്ന് എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയൽ സ്ട്രെയിനിന് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് കിട്ടുക എന്നുള്ള ആ ഒരു പ്രോസസ്സാണ്. മറ്റുള്ളതെല്ലാം തന്നെ ഒരു ഷോർട്ട് ടൈം പീരീഡ് കൊണ്ട് നടക്കുന്ന ഒന്നല്ല. അപ്പോൾ സി, ആൻസർ സി ആണ് എക്സാമ്പിൾ. അടുത്ത ചോദ്യം, മൈക്രോ എവല്യൂഷൻ പ്രൈമറിലി ഒക്കേഴ്സ് അറ്റ് വിച്ച് ലെവൽ? ഏത് ലെവലിലാണ് മൈക്രോ എവല്യൂഷൻ സംഭവിക്കാറ്? കിങ്ഡം ലെവലാണോ, കമ്മ്യൂണിറ്റി ലെവലാണോ, സ്പീഷീസ് ആണോ, പോപ്പുലേഷൻ ലെവലാണോ? അപ്പോൾ മൈക്രോ എവല്യൂഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഡെഫിനിഷനിൽ തന്നെ നമുക്കറിയാവുന്നത് ഇൻ ദ പോപ്പുലേഷൻ ഓവർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം എന്നാണ് നമ്മൾ പറയുന്നത്. ചേഞ്ചസ് ഇൻ ദ പോപ്പുലേഷൻ ഓവർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് എന്ന് പറയുന്നത് പോപ്പുലേഷൻ ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത അഞ്ചാമത്തെ പിന്നെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചേഞ്ചസ് റിസൾട്ടിങ് ഫ്രം മൈക്രോ എവല്യൂഷൻ ആർ ടിപ്പിക്കലി ഈസിലി ഒബ്സർവബിൾ ടു എ കാഷ്വൽ ഒബ്സർവർ. അപ്പോൾ ചോദ്യം ഇതാണ്, ചേഞ്ചസ് റിസൾട്ടിങ് മൈക്രോ എവല്യൂഷൻ കൊണ്ടുണ്ടാകുന്ന ചേഞ്ചസ് ഏത് തരത്തിലുള്ളതാണെന്നാണ്. ഈസിലി ഒബ്സർവബിൾ ടു എ കാഷ്വൽ ഒബ്സർവർ, ലാർജ് സ്കെയിൽ ചേഞ്ചസ് വിസിബിൾ ഇൻ ദ ഫോസിൽ റെക്കോർഡ്, സബ്ട്ടിൽ ചേഞ്ചസ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് മാത്തമാറ്റിക്കലി, ചേഞ്ചസ് ദാറ്റ് റിസൾട്ട് ഇൻ ദ ഡൈവേർജൻസ് ഓഫ് എ ന്യൂ സ്പീഷീസ്. തീർച്ചയായും ഇതിനകത്ത് ആൻസർ എന്ന് പറയുന്നത് സബ്ട്ടിൽ ചേഞ്ചസ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് മാത്തമാറ്റിക്കലി. കാരണം ഒരു കാഷ്വൽ ഒബ്സർവർക്ക് എളുപ്പത്തിൽ ചിലപ്പോൾ അത് മനസ്സിലാവണമെന്നില്ല. ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ബാക്ടീരിയൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ഈസിലി ഒബ്സർവബിൾ. അതുപോലെ
ഒരു ഫോസിൽ റെക്കോർഡിൽ കാണപ്പെടുന്ന തരത്തിലുള്ള ലാർജ് സ്കെയിൽ ചേഞ്ചസ് ആവണമെന്നില്ല. അതുപോലെ ഒരു പുതിയ സ്പീഷീസ് ഉണ്ടാകുന്ന തരത്തിലുള്ളൊരു ഡൈവർജൻസ് വരുന്നില്ല. വളരെ ചെറിയ ചേഞ്ചസ് ആണ്. ഇപ്പോൾ സബ്റ്റിൽ മൈന്യൂട്ട് ചേഞ്ചസ് ആണ്. അത് നമുക്ക് മാത്തമാറ്റിക്കലി മെഷർ ചെയ്യാൻ പറ്റും. ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം കൊണ്ടൊക്കെ നമുക്കത് ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മൾ അലീൽ ഫ്രീക്വൻസികൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും മാത്തമാറ്റിക്കലി. തീർച്ചയായും സബ്റ്റിൽ ചേഞ്ചസ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് മാത്തമാറ്റിക്കലി ആണ് അതിൻ്റെ ആൻസർ. അത്തരത്തിലുള്ള ചേഞ്ചസ് ആണ് മൈക്രോ എവല്യൂഷനിൽ സംഭവിക്കാറ്. അടുത്ത ചോദ്യം, 6ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, വിച്ച് കോൺസെപ്റ്റ് ഈസ് യൂസ് ടു മാത്തമാറ്റിക്കലി എക്സ്പ്ലെയിൻ മൈക്രോ എവല്യൂഷൻ? മൈക്രോ എവല്യൂഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു കോൺസെപ്റ്റ് ഏതാണ്? മാത്തമാറ്റിക്കലി നമ്മളത് ചെയ്യുന്നത് ലാമാർക്കിൻ്റെ തിയറി ഡിസ്യൂസ് ആണോ, ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം ആണോ, പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയം ആണോ, തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ ആണോ? തീർച്ചയായും ഇതിൻ്റെ ഉത്തരം ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയമാണ്. ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിലാണ് നമ്മൾ പി സ്ക്വയർ അല്ലേ +2pq എന്നുള്ള ആ ഒരു ഇക്വേഷൻ വെച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ അലീൽ ഫ്രീക്വൻസി നോക്കുന്നത്. അതായത് ആ ഒരു ഏതെങ്കിലും തരത്തിലുള്ള അലീൽ ഫ്രീക്വൻസിയുടെ ചേഞ്ചസോ മറ്റോ നമ്മൾ ആഡ് ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ടോട്ടൽ എന്ന് പറയുന്നത് സം ടോട്ടൽ എന്ന് പറയുന്നത് 1 ആയിരിക്കണം. 1ൽ നിന്ന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ ഏതെങ്കിലും തരത്തിലൊരു ചെറിയ എവല്യൂഷൻ സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. അതാണ് ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം പറയുന്നത്. ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയമാണ് മാത്തമാറ്റിക്കലി മൈക്രോ എവല്യൂഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം മാക്രോ എവല്യൂഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. മാക്രോ എവല്യൂഷൻ primarily deals with evolutionary changes that occur within a single population over a short period. തീർച്ചയായും അതല്ല, അത് നമുക്കറിയാം, മൈക്രോ എവല്യൂഷൻ ആണ്. 2ാമത്തെ ഓപ്ഷൻ, above the species level leading to the emergence of new species or higher taxonomic groups. അപ്പോൾ അത് നമുക്ക് പെൻഡിങ്ങിൽ വയ്ക്കാൻ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, കാരണം അത് ശരിയാവാൻ സാധ്യതയുണ്ട്. ദെൻ solely in the fossil record and cannot be observed in living organism. അപ്പോൾ അത് ലിവിങ് ഓർഗാനിസത്തിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ത്രൂ ആർട്ടിഫിഷ്യൽ സെലക്ഷൻ ബൈ ഹ്യൂമൻസ്, ഹ്യൂമൻ ആർട്ടിഫിഷ്യൽ സെലക്ഷൻ നടത്തുന്നത് കൊണ്ടൊന്നുമല്ല മൈക്രോ എവല്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പം ഇതിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എബോവ് ദ സ്പീഷീസ് ലെവൽ ലീഡിങ് ടു ദ എമർജൻസ് ഓഫ് ന്യൂ സ്പീഷീസ് ഓർ ഹയർ ടാക്സോണമിക് ഗ്രൂപ്പ്. തീർച്ചയായും ന്യൂ സ്പീഷീസിൻ്റെ ഒരു എമർജൻസിന് അത് കാരണമാകുന്നു. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോസസ് ഈസ് കൺസിഡേർഡ് എ കീ ഔട്ട്കം ഓഫ് മൈക്രോ എവല്യൂഷൻ? മൈക്രോ എവല്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഔട്ട്കം എന്ന് പറയുന്നത് എന്താണ്? ജീൻ ഫ്ലോ വിത്തിൻ എ പോപ്പുലേഷൻ, ചേഞ്ചസ് ഇൻ അലീൽ ഫ്രീക്വൻസി ഇൻ എ ജീൻ പൂൾ, സ്പീഷിയേഷൻ, ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം. ഇതിലേതാണ്? മൈക്രോ എവല്യൂഷനുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മൈക്രോ എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അതിലൊരു ലാർജ് സ്കെയിലാണ് എവല്യൂഷൻ നടക്കുന്നത്. അപ്പോൾ അതിൽ ഒരു പോപ്പുലേഷനിലെ ജീൻ ഫ്ലോ എന്ന് പറയുന്നത് ഇറ്റ് ആക്ച്വലി ലീഡ്സ് ടു ദ മൈക്രോ എവല്യൂഷൻ. അതുപോലെ അലീൽ ഫ്രീക്വൻസി ജീൻ പൂളിൽ മാറുക എന്ന് പറഞ്ഞാലും അത് മൈക്രോ എവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ്. ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം ഓൾസോ റിലേറ്റഡ് വിത്ത് മൈക്രോ എവല്യൂഷൻ. സ്പീഷിയേഷനാണ് അതിൻ്റെ ശരിയായ ഉത്തരം. അതായത് ഫോർമേഷൻ ഓഫ് ന്യൂ സ്പീഷീസ്, മൈക്രോ എവല്യൂഷൻ കൊണ്ട് പുതിയൊരു സ്പീഷീസ് തന്നെ ഉണ്ടാകാം എന്നുള്ളതാണ്. അടുത്ത ചോദ്യം നോക്കാം. പ്രൈമറി മെക്കാനിസംസ് that drive microevolution when accumulated over a long period are the same those for microevolution. These include ഏതൊക്കെയാണ് പ്രൈമറി മെക്കാനിസംസ്? മൈക്രോ എവല്യൂഷന് കാരണമാകുന്ന പ്രൈമറി മെക്കാനിസംസ് മൈക്രോ എവല്യൂഷനിൽ സംഭവിക്കുന്നത് പോലുള്ള ആ മെക്കാനിസംസ് തന്നെയാണ്. അതിലേതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആൻസർ ഇസ് മ്യൂട്ടേഷൻ, മൈഗ്രേഷൻ, ജനറ്റിക് ഡ്രിഫ്റ്റ് ആൻഡ് നാച്ചുറൽ സെലക്ഷൻ. ഇതൊക്കെ ഒരു ലോങ് പീരീഡ് ഇങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഉണ്ടാകുന്ന ചേഞ്ചസ് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ തന്നെയാണ് അതൊരു ലോങ് പീരീഡ് അത് അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നു എങ്കിൽ അത് മൈക്രോ എവല്യൂഷനിലേക്ക് നയിക്കുന്നു, പുതിയൊരു സ്പീഷീസ് ഉണ്ടാവാൻ കാരണമാകുന്നു എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം, ദ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ആൻ ആൻസിസ്ട്രൽ സ്പീഷീസ് ഇൻ ടു എ വെറൈറ്റി ഓഫ് ന്യൂ സ്പീഷീസ് ദാറ്റ് ആർ അഡാപ്റ്റഡ് ടു ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റ്സ് ഇസ് നോൺ ആസ് അഡാപ്റ്റീവ് റേഡിയേഷൻ. ശരിയായ ഉത്തരം എന്ന് പറഞ്ഞാൽ അഡാപ്റ്റീവ് റേഡിയേഷൻ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അഡാപ്റ്റീവ് റേഡിയേഷന് നമ്മൾ ഡാർവിൻ ഫിഞ്ചസ് അതുപോലെ തന്നെ മാർസുപ്പിയൽസിൻ്റെയൊക്കെ വളരെ നല്ല എക്സാമ്പിൾസ് നമ്മൾ പഠിക്കുന്നുണ്ട് ഡാർവിൻ പിന്നെ നാച്ചുറൽ സെലക്ഷൻ പഠിക്കുന്ന സമയത്ത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആൻസെസ്ട്രൽ സ്പീഷീസിൻ്റെ ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ട് പല പുതിയ സ്പീഷീസുകളും ഉണ്ടാവുന്നു, എന്നിട്ടത് പല
എൻവയോൺമെൻറ്റുകളിൽ അഡാപ്റ്റഡ് ആവുന്നു അല്ലേ, അങ്ങനെ ജീവിക്കുന്നു. അങ്ങനെ അതിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെങ്ങനെ നെയിം ചെയ്യുന്നു? അഡാപ്റ്റീവ് റേഡിയേഷൻ തന്നെയാണ് അതിന് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, അഞ്ചാമത്തേത്, സ്ട്രക്ചേഴ്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം. സ്ട്രക്ചേഴ്സ് ദറ്റ് ഹാവ് സിമിലർ ബേസിക് സ്ട്രക്ചർ due to shared ancestry but perform different function like the four limbs of whales, bats, cheetahs and humans are examples of evidence for macroevolutionary patterns. അപ്പോൾ നമ്മൾ macroevolutionary patternsന് എക്സാമ്പിളായിട്ട് പറയുന്ന അതാണ് തീർച്ചയായിട്ടും ഹോമോലോഗസ് ഓർഗൻസ് പറയുന്നത്. ഹോമോലോഗസ് ഓർഗൻസിൽ വരുന്നത് എന്താണ് ഹോമോലോഗസ് ഓർഗൻസ് എന്ന് പറയുമ്പോൾ അത് സിമിലർ ആയിട്ടുള്ള ബേസിക് സ്ട്രക്ചറും എന്നാൽ ഡിഫറെൻറ്റ് ഫങ്ഷനും ഉള്ളവയാണ്. അതിന് എക്സാമ്പിളായി നമ്മൾ പറയുന്നത് ബാറ്റിൻ്റെ വിങ്ങും അതുപോലെ വെയിലിൻ്റെ ഫ്ലിപ്പേഴ്സും ഹ്യൂമൻ്റെ ഫോർ ലിംബും ഒക്കെ എല്ലാ സ്ട്രക്ചറലി അത് സെയിം ആണ്, പക്ഷേ അവരുടെ ഫങ്ഷൻ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ഓർഗൻസ് ആണ് ഹോമോലോഗസ് ഓർഗൻസ് എന്ന് പറയുന്നത്. ഹോമോലോഗസ് ഓർഗൻസ് ആർ ആക്ച്വലി ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ മാക്രോ എവല്യൂഷണറി പാറ്റേൺ എന്ന് നമുക്ക് പറയാം. അടുത്ത ചോദ്യം, ദ സഡൻ മാസ് എക്സ്റ്റിങ്ഷൻ ഓഫ് സ്പീഷീസ് അക്രോസ് ദ പ്ലാനറ്റ് ലൈക്ക് ഇപ്പോൾ ഡൈനോസസിൻ്റെ ഒക്കെ മാസ് എക്സ്റ്റൻഷൻ നടന്ന പോലെ ഇറ്റ്സ് എ ലാർജ് സ്കെയിൽ ഇവൻറ്റ് സ്റ്റഡീഡ് വിത്തിൻ ദ സ്കോപ്പ് ഓഫ് മാക്രോ എവല്യൂഷൻ. അതാണ് അതിൻ്റെ ശരിയായ ഉത്തരം. ഓക്കെ, അത് സംശയമൊന്നുമില്ല. മാസ് എക്സ്റ്റൻഷൻ പിന്നെ ഒരു ലാർജ് സ്കെയിൽ ഇവൻ്റ് ആയിരുന്നു, ആൻഡ് ഇറ്റ് ഈസ് സ്റ്റഡീഡ് വിത്തിൻ ദ സ്കോപ്പ് ഓഫ് മാക്രോ എവല്യൂഷൻ. അതിൽ നമുക്ക് സംശയം ഒന്നുമില്ല. ഇനി അടുത്ത ചോദ്യം, 9th ക്വസ്റ്റ്യൻ ആണ്. The concept that life originated from pre-existing cells was demonstrated by which scientist, helping to refute the theory of spontaneous generation. അപ്പോൾ തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ്റെ കാര്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അത് ലൂയി പാസ്റ്ററാണ് തിയറി ഓഫ് ജനറേഷൻ്റെ പ്രൊപ്പണൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക് എന്ന് പറഞ്ഞ തിയറി ഓഫ് അക്വേർഡ് ക്യാരക്ടേഴ്സിൻ്റെയാണ്. ഓക്കെ, ഇൻഹെറിറ്റൻസ് ഓഫ് അക്വേർഡ് ക്യാരക്ടേഴ്സ്. ചാൾസ് ഡാർവിൻ നാച്ചുറൽ സെലക്ഷനാണ്. പിന്നെ സ്റ്റാൻലി മില്ലർ യൂറേ എന്നൊക്കെ പറഞ്ഞാൽ കെമിക്കൽ എവല്യൂഷൻ തിയറിയുടെ എക്സ്പെരിമെൻ്റൽ എവിഡൻസ് നൽകിയവരാണ്. അപ്പോൾ ലൂയിസ് പാസ്റ്ററാണ് തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ്റെ വക്താവ് എന്ന് പറയുന്നത്. അടുത്ത 10ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, മാക്രോ എവല്യൂഷണറി എവിഡൻസ് ഫ്രം പാലിയന്റോളജി പ്രൈമർലി റിലൈസ് ഓൺ ദ സ്റ്റഡി ഓഫ് ദ ഫോസിൽ റെക്കോർഡ്. ശരിയാണ്, കാരണം മാക്രോ എവല്യൂഷണറി എവിഡൻസ് ഫ്രം പാലിയന്റോളജി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് നിന്ന് വ്യക്തമാണ് ഇറ്റ് ഈസ് ഫ്രം ഫോസിൽ റെക്കോർഡ് പ്രൈമർലി റിലൈസ് ഓൺ ദ സ്റ്റഡി. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്, നോട്ട് അബൌട്ട് ജോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, ബിക്കോസ് ദ കീ വേർഡ് ഈസ് ഹിയർ പാലിയന്റോളജി. സോ ഇറ്റ് ഈസ് പ്രൈമർലി റിലൈസ് ഓൺ ദ സ്റ്റഡി ഓഫ് ഫോസിൽ റെക്കോർഡ്. അപ്പം ഇതൊക്കെ സാധാരണ കുറച്ചുകൂടെ നല്ല സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. ഇതിൽ കൂടുതൽ ചോദ്യങ്ങൾ കിട്ടണമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലെ സ്റ്റഡിയിലേക്ക് നിങ്ങൾക്ക് വരാം, ഗ്രൂപ്പ് ലേണിങ്ങിലേക്ക് വരാം. മൈമാസ്റ്റർ PSCയുടെ ഗ്രൂപ്പ് ലേണിങ്ങിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. തീർച്ചയായിട്ടും ആ ഗ്രൂപ്പ് ലേണിങ്ങിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, പഠിക്കാം. ഒരു ഡിസ്കഷൻ ലെവലിൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ നന്നായി പഠിച്ചു പോകാം എന്ന് വിചാരിക്കുന്നു. ഏതായാലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ വളരെയധികം യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. HST സുവോളജിയുടെ നോട്ടിഫിക്കേഷൻ ഈ ഡിസംബർ ലാസ്റ്റോടുകൂടി വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് എല്ലാവരും ഇരിക്കുന്നത്. എത്രയും വേഗം തന്നെ നിങ്ങൾ പഠനം ആരംഭിക്കുക. ഓരോ മൊഡ്യൂളുകളും തീർത്തു വയ്ക്കുക. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ ഒരു 3-4 മൊഡ്യൂളുകൾ പഠിച്ച് തീർത്താൽ വളരെ എളുപ്പമായിരിക്കും. പിന്നെ എക്സാമിന് ഒരു 3-4 മാസമേ പിന്നെ കാണുകയുള്ളൂ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഓൾ.